ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ LDF കൺവീനർ A. വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതി തൃശൂർ റേഞ്ച് IG അന്വേഷിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, എന്താണ് ഈ പരാതിയുടെ തുടർ അന്വേഷണ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ശരത്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ DGPക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ LDF കൺവീനർ A. വിജയരാഘവൻ അധിക്ഷേപിച്ചു എന്നാണ് പരാതിയുടെ അടിസ്ഥാനം. ഇത് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പിൽ കേസെടുക്കണമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എതിരായ അതിക്രമങ്ങൾ തടയുന്നുള്ള നിയമം അനുസരിച്ചും കേസെടുക്കണമെന്ന് ചെന്നിത്തലയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് IGക്ക് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, രമ്യ ഹരിദാസ് ഇന്നലെ ആലത്തൂർ DYSPക്ക് നൽകിയ പരാതി തിരൂർ DYSPക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം പൊന്നാനിയിൽ നടന്ന സംഭവമായതിനാൽ ഇതിനെക്കുറിച്ച് ഈ പരാതി തിരൂർ DYSPക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് UDF കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അനു, ഒരു കേസിൽ രണ്ട് തലങ്ങളിലുള്ള അന്വേഷണം എന്നൊരു പ്രശ്നം വരികയല്ലേ? ഇപ്പോൾ തൃശൂർ റേഞ്ച് IGയും അന്വേഷിക്കും, അതേസമയം തിരൂർ DYSPയും അന്വേഷിക്കും എന്ന സാഹചര്യം. തീർച്ചയായും തൃശൂർ റേഞ്ച് IGക്ക് ലഭിച്ച പരാതി അദ്ദേഹം തിരൂർ DYSPക്ക് നൽകാനാണ് സാധ്യത. കാരണം ഈ പരാതിയിൽ പറയുന്ന വിവാദ പരാമർശം നടന്നത് പൊന്നാനിയിലാണ്. ആ സംബന്ധിച്ച് അവിടെ നിന്ന് ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ടാകും തീർച്ചയായും തൃശൂർ റേഞ്ച് IGയും തേടുക. പാലക്കാട് SP-യും തിരൂർ DYSPയിൽ നിന്നാണ് വിശദീകരണം പാലക്കാട് SP തിരൂർ DYSPയോട് ആവശ്യപ്പെട്ടുള്ളത്. ഈ വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരാതി സംബന്ധിച്ച ഇതിന്റെ നടപടിക്രമങ്ങൾ LDFിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകും എന്ന ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശരത്, ഇത് പോലീസിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കാരണം ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് വളരെ പ്രഥമ ദൃഷ്ടിയാ തന്നെ അപകീർത്തികരമാണ് എന്നൊരു പൊതു വിലയിരുത്തൽ ആർക്കും എത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിശദീകരണവും ഏതാണ്ട് ക്ഷമ ചോദിക്കുന്ന സ്വഭാവത്തിൽ വിജയരാഘവൻ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തതോടെ ആ സംഭവം അങ്ങനെ ഉണ്ടായി, അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്ന ഒരു സ്വയം സമ്മതിക്കൽ വരെ വിജയരാഘവനിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ ഈ പോലീസിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെല്ലെപ്പോക്ക് സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലം കൂടിയില്ലേ ഇക്കാര്യത്തിൽ? ശരത്, IPC 354A(1)(4) അനുസരിച്ച് ബഹുമാനിക്കുന്ന പരാമർശം നടത്തിയതിനുള്ള നടപടിയെടുക്കണമെന്നാണ്. ഈ ഒരു പരാതി അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാറാവില്ല. മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയുന്നതിനുള്ള നിയമപ്രകാരം കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംബന്ധിച്ച് കൃത്യമായ ഒരു നിയമ സംവിധാനം ഉള്ള ഒരു രാജ്യത്ത് ഈ പരാതി പെട്ടെന്ന് തള്ളിക്കളയാൻ പോലീസിനാകില്ല. ഇത് സംബന്ധിച്ച മറ്റ് നടപടിക്രമങ്ങൾ പോലീസിന് തലപ്പത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടിയുള്ള UDFന്റെ പ്രചാരണം LDFനെ സംബന്ധിച്ച് എന്തുമാത്രം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിലയിരുത്തും. ഏതായാലും ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയുള്ള ഒരു പ്രചാരണം തന്നെയാണ് ആലത്തൂർ മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി ഈ സ്ത്രീ വോട്ട് കേന്ദ്രീകരിച്ച് ഇതൊരു വിഷയമാക്കാൻ തന്നെയാണ് LDFും UDF ശ്രമിക്കുന്നത്. ശരത്, ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, മൂന്ന് പ്രശ്നങ്ങളാണ് ഈ പൊന്നാനി പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഒരു സ്ഥാനാർത്ഥിക്ക് അപകീർത്തികരമായ നിലയിൽ അധിക്ഷേപകരമായി പ്രസംഗിക്കുക എന്ന കുറ്റം. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ച സാഹചര്യം. മൂന്ന്, ഒരു ദളിത് വനിത എന്ന നിലയിൽ കൂടി ഉണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം, അവർക്ക് നേരെയുണ്ടായ അതിക്രമം എന്ന നിലയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം. ഈ സത്യത്തിൽ വിജയരാഘവൻ പറയുന്നത് രാഷ്ട്രീയത്തിനായിരുന്നു ആ പ്രസംഗത്തിൽ ആകെ ഊന്നൽ എന്നായിരുന്നു. പക്ഷേ ആ പ്രസംഗത്തിൽ നിന്ന് ആകെ പുറത്തു വന്നത് ഈ രൂപത്തിലുള്ള അധിക്ഷേപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒരു സ്വരമായിരുന്നില്ലേ ആ പ്രസംഗത്തിൽ? ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തന്നെയാണ് പരാതിയുടെ ആകെ തുകയായിട്ട് പോലീസിന് മുന്നിൽ വരിക.
നമ്മളിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമവൃത്തങ്ങളോട് വിശദമായി അന്വേഷിച്ചിരുന്ന ഒരു കാര്യം, ഇതിൽ നമുക്ക് അറിയാനാകുന്നത് ഈ പ്രസംഗത്തിൽ രമ്യ ഹരിദാസ് പരാതിയിൽ ആരോപിക്കുന്ന പോലെ പ്രസംഗത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വ്യക്തിപരസ്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ നിഗമനത്തിലേക്ക് എത്തുക. പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് പരിശോധിച്ചിട്ട് ആണ് പരാതി എന്ന രീതിയിലായിരിക്കും വിലയിരുത്തൽ ഒരു ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇന്നലെയും വിജയരാഘവൻ പറഞ്ഞത് അനുമോദ് കേട്ടതാണല്ലോ. ഇന്നലെയും വിജയരാഘവൻ പറഞ്ഞത് തന്റെ പ്രസംഗത്തിന്റെ ഊന്നൽ ഇതൊന്നുമല്ല മറ്റൊന്നാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. അത് രാഷ്ട്രീയമാണ്, കോൺഗ്രസിനും ലീഗിനുമെതിരായ ഊന്നലിൽ നിന്നുണ്ടായ പരാമർശം മാത്രമാണിതെന്നാണ് വിജയരാഘവന്റെ കേസ്. അതെ, അത് തന്നെയായിരിക്കും ഈ കേസിന്റെ നിർണായകമാകുന്നത്. അതായത് പ്രസംഗം ഏത് അർത്ഥത്തിലുള്ളതാണ് എന്നായിരിക്കും പോലീസ് ആദ്യം പരിശോധിക്കുക. ഏത് തരത്തിലാണ് രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയതാണോ ഈ പ്രസംഗം എന്ന കാര്യവും ആദ്യം പരിശോധിക്കുക. മറ്റൊരു കാര്യം, അവിടെയും ഒരു പ്രശ്നമുള്ളത് വിജയരാഘവൻ അവകാശപ്പെടുന്ന പോലെ പ്രസംഗത്തിന്റെ ഊന്നൽ രാഷ്ട്രീയമാവട്ടെ, കോൺഗ്രസും ലീഗും ആവട്ടെ, അവരുടെ പരാജയത്തെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാകട്ടെ, പക്ഷേ അല്ലെങ്കിൽ പാണക്കാട്ടേക്ക് പോകുന്ന സ്ഥാനാർത്ഥികളൊക്കെ തോക്കുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുമാകട്ടെ, പക്ഷേ അതിലൂടെ ഉപമിച്ച് അല്ലെങ്കിൽ ഉദാഹരിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കും വിധമായി പോയി എന്നൊരു പ്രശ്നം അപ്പോഴും നിൽക്കും. അതെ, അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായത് ഇത്തരം ഈ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻപ് കോഴിക്കോടും വിജയരാഘവൻ സമാനമായ രീതിയിൽ പ്രസംഗം നടത്തി എന്ന കാര്യവും ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരേ വ്യക്തി ഒരേ തരത്തിൽ ഒരു വ്യക്തിഹത്യ നടത്തുവാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നൊരു തരത്തിൽ വിലയിരുത്തൽ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് മറ്റൊരു നിയമതലത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് പൊന്നാനി പ്രസംഗത്തിൽ ഇവർക്കെതിരെ നടത്തിയ പരാമർശം മാത്രമായിരിക്കില്ല ഈ കേസെടുക്കുന്നതിൽ ഈ നിയമവൃത്തങ്ങളിൽ നൽകുന്ന സൂചന അനുസരിച്ച് ഈ കേസ് നിർണായകമാവുക. മറിച്ച് ഇതിനു മുൻപും വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിൽ ഇത്തരത്തിൽ വ്യക്തിഹത്യ ഉണ്ടായിട്ടുണ്ട് എന്ന പരാതിയിൽ എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണം കൂടി ഇതിൽ നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ വിജയരാഘവൻ ആകസ്മികമായി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പോലും തന്നെ വ്യക്തിപരമായിട്ട് ഇത് അധിക്ഷേപിക്കുന്നതാണെന്ന് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ഇതിൽ വിശദമായ അന്വേഷണം വേണ്ടി അവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് ഡിവൈഎസ്പി അറിയിച്ചിട്ടുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീമതി ലതിക സുഭാഷ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ലതിക സുഭാഷ്, ഈ പരാതി രമ്യ നൽകുമ്പോൾ താങ്കളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പൊന്നാനിയിലെ പ്രസംഗം, ഈ പരാതിയിൽ പൊന്നാനിയിലെ അധിക്ഷേപകരമായ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും LDF കൺവീനർ നടത്തിയത് ഒരു ഒറ്റപ്പെട്ട പ്രസംഗമല്ല എന്നും അതിനൊരു ആവർത്തന സ്വഭാവമുണ്ടെന്നും വിജയരാഘവൻ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പലരും പറഞ്ഞു കേട്ടത് തുടർച്ചയായി പല കാലങ്ങളായി വിജയരാഘവൻ ഈ ശൈലി സ്വീകരിക്കുന്നു എന്ന നിലയിലും ഒക്കെയുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വിമർശനം കോൺഗ്രസ് ഏറ്റെടുക്കുകയും രമ്യയുടെ പരാതിയിൽ ആവർത്തിക്കുന്ന നിലയിലാണ് വിജയരാഘവൻ ഈ അധിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ടോ? ഈ പരാതിയിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഈ പരാമർശം കൊണ്ട് കുമാരി രമ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയാണ്, ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശം ഈ കുട്ടിക്ക് എത്രമാത്രം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അവിവാഹിതയായ ഒരു യുവതി എന്ന നിലയിൽ ആ കുട്ടിക്കുണ്ടാകും എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വിജയരാഘവനോട് ആഭ്യന്തര വകുപ്പും പോലീസും മൈൽഡായിട്ട് പെരുമാറിയാൽ പോരാ, നിശ്ചയമായിട്ടും അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു സ്ഥാനാർത്ഥിയായിട്ട്, ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥിയല്ല, ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയോട് ഇത്ര ഏതാണെങ്കിലും ഒരു വനിത എന്ന നിലയിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുക. ഈ വനിതാ കമ്മീഷൻ എവിടെ പോയി? കാശിക്ക് പോയോ? വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ രാജിവെച്ചൊഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പക്ഷം നോക്കി, കൊടിയുടെ നിറം നോക്കിയാണോ കേരളത്തിലെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ വനിതാ കമ്മീഷൻ ഇടപെടേണ്ടത്? വനിതാ കമ്മീഷന്റെ അംഗങ്ങളും വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും കേരളത്തിലെ കാര്യങ്ങളിലൊക്കെ ഓടി നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ CPM-ന് ഒരിക്കലും ഒരു പരുക്കും പറ്റാത്ത വിഷയങ്ങളിൽ മാത്രം ഇടപെടുകയും അല്ലാത്ത വിഷയങ്ങളിൽ നിലപാടുകൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ. ആ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ നിലപാടെടുക്കുകയും അവിടെ കുമാരി രമ്യയ്ക്ക് നീതി കൊടുക്കുവാനായിട്ട്
ഇടപെടൽ നടത്തുകയും ചെയ്യണം. അതായത് കേരളത്തിലെ താങ്കൾ പറയുന്നത് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം എന്നാണോ? നിശ്ചയമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണല്ലോ, വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം ഈ വിഷയത്തിൽ. രണ്ടാമത്തെ ഇത് ശ്രീ വിജയരാഘവൻ പലവട്ടം കുമാരി രമ്യയെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, CPM-ന്റെ നേതാക്കന്മാർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും അധിക്ഷേപിച്ചുകൊണ്ട് ശ്രീ സുധാകരൻ പറഞ്ഞിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ച്. അതുപോലെ തന്നെ ശ്രീ എം എം മണി എന്നൊരു മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, നമുക്കറിയാം പെമ്പിളൊരുമി പ്രവർത്തകരെ ഉൾപ്പെടെ ആക്ഷേപിച്ചു. ആര് ഇവർക്ക് എതിരെ വരുന്നോ അവരെയൊക്കെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുവാനും അവരെ അവിടെ നിരുത്സാഹപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ ഒക്കെ ഈ നിലപാട്, LDF-ന്റെ കൺവീനറല്ലേ അദ്ദേഹം, ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം ഒരിക്കലും അർഹനല്ല. ഒരു അബദ്ധം പറ്റിയതല്ല അദ്ദേഹത്തിന്, നിഷ്കളങ്കമായ അല്ല അദ്ദേഹം പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും മക്കളെ കൊണ്ട്. റൈറ്റ്, നന്ദി ശ്രീമതി ലതിക സുഭാഷ്. ശക്തമായ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവരും സൂചിപ്പിച്ചത്.